തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഇവിടെ വലിയ ആഘോഷം നടക്കുകയാണല്ലോ. മഹിയൊന്നും അറിഞ്ഞിരുന്നോ? തന്നെ ആരും കാണണ്ട. അനന്തോ, കൊളുത്തിക്കോ. ഇതാണ് അനന്തോ ലേഖയും കൂടി എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി. എടാ കണ്ണ, ഒരു കാര്യം ചെയ്യ്. കാണാനുള്ള കാഴ്ചകൾ ഇവരെ കൂടി ഒന്ന് കാണിക്കേ. നിങ്ങളുടെയൊക്കെ ഏത് ആവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന കൂട്ടത്തിലാ കണ്ണേട്ടൻ. പക്ഷേ ഒരിക്കലും ആ നന്ദി സ്നേഹവും കണ്ണേട്ടന് തിരിച്ചു കിട്ടിയിട്ടില്ല. അവരെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല, മരണത്തിനല്ലാതെ. എല്ലാം തോലഞ്ഞല്ലോ അപ്പച്ചി. ഇപ്പൊ അയാൾക്ക് അവളെ പഴയതിനേക്കാളും വിശ്വാസമായി. ഇനിയിപ്പം ആനന്ദ് പറഞ്ഞാൽ നടന്നേ പറ്റൂ. എങ്കിലേ നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റൂ. വേർപിരിക്കാൻ പറ്റാത്തവരെ മരണത്തിലൂടെ വേർപിരിക്കണം. മോക്കറിയാലോ മോളെ, വിശ്വാസവഞ്ചന കാണിക്കുന്നവരെ ഒരു കാരണവശാലും കണ്ണം വച്ച് പൊറുപ്പിക്കത്തില്ല. കല്യാണം കഴിഞ്ഞ ശേഷം അവൻ എല്ലാരെയും മറന്നാണ് ജീവിച്ചത്. അവന്റെ മനസ്സിൽ പിന്നെ ലക്ഷ്മി അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിനേക്കാളും മുകളിലായിരുന്നു അങ്ങേരുടെ മനസ്സിൽ അവളുടെ സ്ഥാനം. അതുകൊണ്ട് ഇപ്പോഴെന്താ അയാൾ ആരാധിക്കുന്ന ദൈവം തന്നെ തെറ്റിയേ. ആ മേഘേട്ടനെത്തി. എന്താ നിന്റെ മുഖത്തൊരു നിരാശ? എന്തു പറ്റിയട മേഘ? ഇനി എന്ത് പറ്റാനാ? അവള് മടങ്ങി വന്നു. ഞങ്ങളുടെയൊക്കെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ആ മഹാലക്ഷ്മി. എന്നിട്ട് അവളെ കണ്ണിട്ടും വീട്ടിൽ കയറ്റിയോ? ആ മോളെ, കണ്ണനൊപ്പം അവള് വന്നത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? കണ്ണനോ അനന്തോ ലേഖയോ ഒക്കെ അവളെ തല്ലിക്കളഞ്ഞതല്ലേ? അതൊക്കെ അവരുടെ നാടകമായിരുന്നമ്മേ. നമ്മളെയൊക്കെ വിഡ്ഢിയാക്കി ചിരിക്കാൻ അവര് മനഃപൂർവ്വം നമുക്ക് പ്രതീക്ഷ തന്നത്. അപ്പൊ സാഗർ പറഞ്ഞൊന്നും അവരാരും വിശ്വസിച്ചില്ലേ? അവൻ ഫിനാൻഷ്യൽസിലേക്ക് വന്നത് കണ്ണനെ മഹാലക്ഷ്മൻ തമ്മിൽ വേർപെടുത്താനാ. അയ്യോ, എന്നാ അവൻ പറഞ്ഞ കള്ളക്കഥകൾ പൊളിഞ്ഞുപോയി. ഫിനാൻഷ്യൽസിൽ ഒളിക്യാമറ വെച്ചിട്ടാ സാഗറിനെ മഹാലക്ഷ്മി അവരെല്ലാരും കൂടി പരീക്ഷിച്ച്. അതോടെ കണ്ണനും അനന്തൂനും ലേഖയ്ക്കും സത്യം മനസ്സിലായി. മഹാലക്ഷ്മി കുറച്ചുകൂടെ പരിശുദ്ധയായി. അപ്പൊ അവര് മേഘേട്ടൻ പറഞ്ഞതുപോലെ കൊള്ളാത്ത സ്ത്രീ അല്ലല്ലോ. അവരൊരു പ്രേമരോഗിയാണെന്നാണല്ലോ മേഘേട്ടൻ എല്ലാരോടും പറഞ്ഞു നടന്നത്. അവക്കല്ല മോളെ, അങ്ങനെ ഒരു രോഗമുള്ളത് യവനാ. അമ്മേ, എല്ലാം കഴിഞ്ഞു നിൽക്കാൻ ഞാൻ. സ്വപ്നം കണ്ടതൊക്കെ തവിട് പൊടിയായതിന്റെ വേദന ഉണ്ട് എനിക്ക്. എനിക്ക് മാത്രമല്ല, അപ്പച്ചിക്കും മഞ്ജുവിനും ഉണ്ണിക്കും ഒക്കെ ഉണ്ടത്. പിന്നെ ആ കരുണയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ നേരത്തെ എന്നെ ഇങ്ങനെ കുത്തി സംസാരിക്കരുത്. അച്ഛനൊന്ന് ഉറപ്പിച്ചോ, ഈ ജന്മം മരണത്തിനല്ലാതെ മഹാലക്ഷ്മിയും കണ്ണനെയും തമ്മിൽ വേർപെടുത്താൻ പറ്റില്ല. രണ്ടിലൊരാൾ മരിച്ചേ തീരൂ. അതല്ലാതെ തെറ്റിദ്ധാരണ പരത്തിയിട്ട് അവരെ തമ്മിൽ തല്ലിക്കാനും രണ്ട് ഭിത്തിയിലാക്കാനും കഴിയില്ല. അച്ഛനും മോനും കൂടെ ഓരോരോ ഗൂഢാലോചനയാ. അതൊട്ട് പച്ച പിടിക്കത്തുമില്ല. ഇനി അവനെ ചൊടിപ്പിക്കാതെ മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എങ്കിലേ മഞ്ജുവായിട്ട് നമ്മുടെ മോൻ വരുമ്പോ അവളുടെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണൂ. അത് മറക്കണ്ട.
പ്രതാപ. ഓ. എടാ പ്രതാപ, നേരെ ഇത്ര ആയില്ലേ? ഇനിയേ അങ്ങോട്ട് വിളിക്കാനൊന്നും നിക്കണ്ട. അവളിനി വരാനൊന്നും പോകുന്നില്ല. അമ്മേ, ഞാനൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ അങ്ങോട്ടൊന്ന് പോവാം. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. ഞാൻ പറഞ്ഞില്ലോടാ പ്രതാപ, ഇത്തവണത്തെ വിഷുവിനെ മോളെ എന്നെയാണ് കാഴ്ച കണ്ടത്. അതുകൊണ്ട് അടുത്ത വിഷു വരെ അവള് നല്ല വാർത്തകളെ കേൾക്കൂ. ഇത്തവണത്തെ വിഷുവിന് ലക്ഷ്മിയുടെ ഇല്ലായിരുന്നത് നമ്മുടെ ഭാഗ്യമായിരുന്നമ്മേ. ഐശ്വര്യമില്ലാത്ത അവളുടെ മുഖം കണി കണ്ട കണ്ണന്റെ ഗതി എന്തായി? അവൻ തേനെ ബാലെന്ന് പറഞ്ഞു കൊണ്ടു നടന്നിട്ട് അവൾ അവസാനം അവനെ തേച്ചിട്ട് പോയില്ലേ? എടാ, എത്ര കാലം എന്ന് വെച്ചാടാ ഒരുത്തനെ ഇങ്ങനെ ഉന്തി തള്ളിക്കൂടെ നടക്കുന്നേ? ജർമ്മനിയിൽ നിന്ന് ഒരുത്തൻ വന്നു, വില കൂടിയ സമ്മാനങ്ങളുമായിട്ട്. ഇവിടെ ഇരിക്കുന്നവർക്കും കൊടുത്തു പളപളാന്ന് തിളങ്ങുന്ന ഒരു നെക്ലസ്. എടാ പ്രതാപ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ആടയാഭരണങ്ങളോ നെക്ലസോ ഒന്നും അല്ല വേണ്ടത്. അവരാഗ്രഹിക്കുന്ന ഒരു ജീവിതമാ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിട്ടും കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ് അവന് പറ്റിയ തെറ്റ്. ആ പ്രതാപ, നാളെ അവിടെ ചെല്ലുമ്പോഴേ അവന്റെ മുമ്പിൽ നിന്ന് സന്തോഷമൊന്നും പ്രകടിപ്പിക്കരുത്. അവന്റെ മുന്നിൽ സങ്കടത്തോടെ കൂടിക്കോണം. അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ? നാളെ വേണമെങ്കിൽ അവന്റെ മുമ്പിൽ നിന്ന് മോങ്ങാനും ഞാൻ തയ്യാറാ. പോരെ? ഇനിയിപ്പോ കണ്ണനെ തല്ലാനും കൊല്ലാനൊന്നും നടക്കേണ്ട കാര്യമില്ല. ഇനി അവൻ വലിയേട്ടൻ ചമഞ്ഞങ്ങ് ജീവിച്ചോട്ടെ. അതെ, നമുക്കെന്താ, ജീവിച്ചോട്ടെ. അവന്റെ ജീവിതത്തിൽ എന്തായാലും ഒരു ദാമ്പത്യമില്ല, ഒരു പെണ്ണും. അവന്റെ ആദ്യത്തെ അവസാനത്തെയും ഭാര്യയായിരിക്കും മഹാലക്ഷ്മി. വന്നു, അവള് വീണ്ടും വന്നു. പ്രതീക്ഷ തന്നിട്ട് മനുഷ്യനെ പറ്റിക്കുന്നത് അവൾക്കും അവളെ കെട്ടിയൊരു ഹോബിയാ. നീ എന്താ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നത്? പറയുന്ന എന്താന്ന് കേൾക്കണോ? ഒരിടത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ മൂത്ത ചേട്ടൻ ബുദ്ധിമാനും അനിയൻ മരമണ്ടനുമായിരുന്നു. അതുകൊണ്ട് മണ്ടനായ അനിയന്റെ ഭാര്യ കോമാളിയാകുന്നത് ഒരു നിത്യസംഭവമായിരുന്നു. അങ്ങനെ കോമാളിയാവും നിന്നു കൊടുത്താ ഇന്ന് നമ്മൾ കോമാളി ആവത്തുള്ളൂ കരണേ. ഇതിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവരെങ്ങനെ വഴിതെറ്റി നടന്നാലും ഏട്ടൻ അവരെ കളയാനൊന്നും പോകുന്നില്ല. അതായത് ഇവിടെ മണ്ടൻ ഞാനല്ല, എന്റെ ഏട്ടനാണ്. നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് അതിലേറെ നിരാശയിലേക്ക് തള്ളിവിടുന്നത് അയാൾക്കൊരു ഹോബിയായിട്ട് മാറിയിരിക്കുക. ഞാൻ എന്റെ അച്ഛനോടും മുത്തശ്ശിയോടും നടന്നതൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ ഇനി എന്റെ സങ്കടം അവർ കൂടി പകർന്നു കൊടുക്കുന്നത്? കണ്ണേട്ടൻ നിന്റെ ചേച്ചി അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. ഇനി നിന്റെ ചേച്ചിയെ നമ്മൾ കുറ്റപ്പെടുത്താത്താണ് നല്ലത്. ഓ, പകരം അവളെ പറ്റി പുകഴ്ത്തി പറഞ്ഞാലോ? അത് ചേട്ടനൊപ്പം അനിയനും സന്തോഷമാവോ? അതെ, അയാൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേപടി ഉള്ളിൽ ചെല്ലാതിരിക്കാൻ ഉണ്ണിയേട്ടന്റെ അമ്മ മരുന്നിൽ എന്തൊക്കെയോ ചേർക്കുന്നുണ്ടല്ലോ. അതിന് പകരം വിഷം ചേർത്ത് അയാൾക്ക് കൊടുത്തൂടെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറെ എന്താ, അയാളെ നേരത്തോട് നേരം മുകളിലോട്ട് പറഞ്ഞു വിട്ടാ പിന്നെ നമുക്കിടയില് ഇങ്ങനൊരു സംസാരം ഉണ്ടാകില്ല. അത് കേസായാലോ? ആര് കേസാക്കാനാ? കേസ് കൊടുക്കേണ്ടവര് തന്നെയല്ലേ തെറ്റ് ചെയ്യുന്നത്. എന്റെ കരുണെ, അനന്തുവേട്ടൻ ലേഖ ചേച്ചിയൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അവർക്കും പണവും സ്വാധീനമുണ്ട്. അതുകൊണ്ട് സംഭവം പോലീസ് കേസായ പ്രതികൾ എല്ലാവരും തൂങ്ങും. നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പൊ എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ആയിരുന്നെങ്കിലേ ഇപ്പൊ വീൽ ചെയറിലിരിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ എപ്പോഴേ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയേനെ. ഈ വീടിനകത്ത് കയറി വന്നതിൽ പിന്നെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വിശേഷം അറിയിച്ചാ മതിയായിരുന്നു. അതെന്താ കരുണ അങ്ങനെ പറഞ്ഞത്?
അപ്പോ നിന്റെ ചേച്ചി അമ്മയാണെന്നാണോ നിന്റെ ആഗ്രഹം? അവൾ അമ്മയായാലേ അയാൾ ഇനി അവളെ സംശയിക്കൂ, കളയൂ. അയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അയാൾക്കറിയാം. അപ്പൊ പിന്നെ അമ്മയായി കഴിഞ്ഞാല് ജനിക്കുന്നത് അയാളുടെ കുട്ടി ആയിരിക്കില്ലല്ലോ. നിന്റെ ചേച്ചി തലച്ചോറുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്ന നീ കരുതണ്ട. പിന്നെ അവരൊരു കുഞ്ഞിനെ ദത്തെടുക്കാതിരിക്കണേന്ന് പ്രാർത്ഥിക്കുക. അതിനെന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അവരെന്ത് പറഞ്ഞാലും എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആള് കേൾക്കുമല്ലോ. അതുകൊണ്ട് അതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. അതോടെ സംഭവിച്ചു കഴിഞ്ഞ പിന്നെ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിന് പോലും ഈ വീട്ടില് പ്രസക്തി ഇല്ലാതായി പോവും, ഒരു സ്ഥാനവും ഇല്ലാതായി പോവും. അറിയാൻ പറ്റില്ല. എന്നോടുള്ള വാശിക്ക് അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഭയക്കുന്നതൊന്നും സംഭവിക്കാതിരിക്കാൻ കമലേശ്വരത്തെ വല്യേട്ടന് കൊള്ളി വെക്കാനുള്ള മാർഗം നോക്കാൻ. അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. എന്തെങ്ങനെ നോക്കുന്നേ? ഇന്നെന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടിയതുപോലൊരു തോന്നൽ. എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നറിഞ്ഞതുകൊണ്ട് എന്നോട് സ്നേഹം കൂടിക്കാണും. അങ്ങനെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സ്നേഹം കൂടുമ്പോ അവർക്ക് സൗന്ദര്യം കൂടിയതായിട്ട് തോന്നും. ഒരു സത്യം എന്നോട് മറച്ചു വെച്ചതിന്റെ ദേഷ്യം കുറച്ചുണ്ടെങ്കിലും അനന്തവുമായിട്ടുള്ള പന്തയത്തിൽ ജയിച്ചതിന്റെ അഭിമാനം എനിക്കിപ്പോഴുണ്ട്. എന്തായാലും കൂട്ടുകാരനും കൊള്ളാം. അതിന്റെ പേരിൽ പന്തയവും വെച്ചു. അത് അവനുമായിട്ട് മാത്രമല്ല, അവന്റെ ഭാര്യയുമായിട്ട് എനിക്കുണ്ടായിരുന്നു പന്തയം. കാരണം കുട്ടിക്കാലത്ത് പലപ്പോഴും ഞങ്ങൾ പന്തയം വെച്ച് കളിക്കാറുണ്ട്. അതിൽ അവനും ജയിക്കാറുണ്ട്, ഞാനും ജയിക്കാറുണ്ട്. പക്ഷെ ഈ പന്തയത്തില് ഞാൻ തന്നെ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നുവെച്ചാ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ ഭാര്യയെ. അല്ല കണ്ണേട്ടാ, ഈ സാഗർ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടിയില് ആ മേഘനാഥൻ എന്തേലും പങ്കുണ്ടാവോ? അത് തനിക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? എന്റെ മനസ്സങ്ങനെ പറയുന്നു. എങ്കിലതിൽ സത്യം കാണും. അവൻ ഇങ്ങനൊരു ടൈപ്പാ. നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാളും വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവനിഷ്ടം. പിന്നെ തന്നോട് മൊത്തത്തിൽ അവനൊരു ദേഷ്യമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് അങ്ങനൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായ സ്ഥിതിക്ക് അതിപ്പോ തന്നെ ക്ലിയർ ചെയ്യണം. അയ്യോ വേണ്ട കണ്ണേട്ടാ. വേണം. തീർക്കേണ്ടത് അപ്പപ്പോ തീർക്കണം. അല്ലെങ്കിൽ പിന്നെ അത് പുകഞ്ഞ് കത്തിക്കൊണ്ടേയിരിക്കും. മേഘനയാണോ വിളിക്കുന്നേ? ഏയ്, അവനെ വിളിച്ചിട്ട് അവനാണോ തെറ്റിയതെന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാൻ അനന്തുവിനെ വിളിക്കാം. അന്നെടുത്ത് ആ കണ്ണേട്ടാ. അതെ, നിന്റെ ഭർത്താവ് അടുത്തുണ്ടോ? ആ ഉണ്ട്. ഇവിടെ ഏതോ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ അവൻ ലേഖയെ മറന്നിട്ട് മറ്റേതെങ്കിലും പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്താലുണ്ടല്ലോ, അവനെ ഞാൻ കത്തിച്ചോളയും. അതിനു മുൻപേ ഞാൻ കത്തിക്കും. ഞാൻ അനന്തേട്ടന് കൊടുക്കാം. അനന്തേട്ടാ. ഹലോ, ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നേ? അതെ, 2-3 ജർമ്മൻ സുന്ദരികളുമായിട്ട് എനിക്ക് ചെറിയ അടുപ്പുണ്ട്.
അവരുമായിട്ട് സല്ലപിച്ചോണ്ടിരിക്കായിരുന്നു. അങ്ങനെ നീ നിന്റെ ഭാര്യ ചീറ്റ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യല്ലെന്ന് എനിക്കറിയാലോ. നീ ഇപ്പൊ എന്തിനാ വിളിച്ചേ? അല്ലടാ, എന്റെ ഭാര്യയ്ക്കൊരു സംശയം. ഈ സാഗറിനെ സൃഷ്ടിച്ചത് നമ്മുടെ മേഘനാണോ എന്ന്. കല്യാണം കഴിഞ്ഞ് വന്ന നാള് മുതല് ഇയാൾക്ക് മുഖം കൊടുക്കാൻ നടക്കായിരുന്നവൻ. ഞാൻ ഇയാളെ കല്യാണം കഴിച്ചതില് അവന് നല്ല അമർഷമുണ്ട്. അതുകൊണ്ടിനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ അവനൊരു ശ്രമം നടത്തിയതാണോ എന്ന് ഇയാള് പറഞ്ഞപ്പോ അത് തീർത്തും തള്ളിക്കളയാൻ തോന്നുന്നില്ല. തള്ളിക്കളയണ്ട. മേഘനെ എനിക്കും നിനക്കും നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലല്ലേ. അവൻ അതല്ല, അതിന്റെ അപ്പുറം ചെയ്യും. ഇവിടെ അവൻ അങ്ങനെ ഒരു കളി കളിച്ചെങ്കിൽ നാളെ തന്നെ നമ്മളത് അറിയും. സാഗറിന്റെ നാവിന്ന് തന്നെ. ഓക്കെടാ, ഗുഡ് നൈറ്റ്. ഓക്കെടാ, ഗുഡ് നൈറ്റ്. ആ, ലേഖയോട് ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക്. ആ, ശരിടാ. അവനത് കൈകാര്യം ചെയ്തോളും. കുഴപ്പമാവോ കണ്ണേട്ടാ? ഞാൻ പറഞ്ഞല്ലോ, അറിയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് അറിഞ്ഞില്ലെങ്കിലാണ് കുഴപ്പമുണ്ടാകുന്നത്. കിടക്ക. ഇന്ന് കണ്ണേട്ടന്റെ നെഞ്ചിലിങ്ങനെ കിടക്കുമ്പോ ഒരു ആത്മവിശ്വാസം തോന്നുക. അതങ്ങനെ അല്ല, കൂട്ടുകാരനും കൂട്ടുകാരന്റെ ഭാര്യയൊക്കെ എന്നെ ഒരു നിമിഷത്തേക്ക് സംശയിച്ചപ്പോഴും എന്റെ കണ്ണേട്ടൻ എന്നെ സംശയിച്ചില്ലല്ലോ. ആ സമയത്തൊക്കെ ഞാൻ കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു. പിന്നെ അവരുടെ സംശയത്തിൽ കഴമ്പുണ്ട് മഹി. അതെന്താ അങ്ങനെ പറഞ്ഞ്? അല്ല, ആദ്യ കൂടിക്കാഴ്ച തന്നെ എന്നെ തന്നെ മതിയെന്ന് പറഞ്ഞ ആളാ എന്റെ ഭാര്യ. ആദ്യ കൂടിക്കാഴ്ചയിൽ ഒരു പെൺകുട്ടി അങ്ങനെ പറയില്ല. അത് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളതാ. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അയ്യപ്പൻ. അയ്യപ്പനോ? അതെ, അന്ന് അപകടം ഉണ്ടായ സമയത്ത് കണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു അയ്യപ്പ വിഗ്രഹം തെറിച്ചു പോയില്ലേ? ഏതാണ്ട് അതുപോലിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹമാണ് എന്റെ കയ്യിലിരിക്കുന്നതെന്ന് കണ്ണേട്ടൻ പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ഭഗവാൻ തന്നെയാ നമ്മളെ കൂട്ടി യോജിപ്പിച്ചത്. ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ മനസ്സുകളെ തളർത്താൻ കഴിയാത്തതും വേർപെടുത്താൻ കഴിയാത്തതും. അല്ല, കിടക്കാനായിട്ട് പോയ ആളെന്താ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? എനിക്ക് സീരിയസ് ആയിട്ട് അനന്തേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ഓഹോ, വളരെ സീരിയസ് ആണോ? അതെ. പിന്നെന്താ ഇത്രയും നേരം പറയാതിരുന്നത്? ഇപ്പോഴാ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങി. വേറൊന്നുമല്ല അനന്തേട്ടാ, എനിക്കൊരു അമ്മയാവാൻ കഴിയില്ല. അങ്ങനൊരു തിരിച്ചറിവുണ്ടായ ശേഷം അനന്തേട്ടനോട് മറ്റൊരു വിവാഹം കഴിച്ചോളാൻ പോലും ഞാൻ പറഞ്ഞതാ. അതേപ്പറ്റി പറഞ്ഞ് നമ്മൾ തമ്മിൽ നല്ല വഴക്ക് കൂടിയതാ. ദയവ് ചെയ്ത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഇനി അനന്തേട്ടനെ വിട്ടുകളയാനൊന്നും എനിക്ക് പറ്റില്ല. ആ വഴിക്കെങ്ങാനും അനന്തേട്ടൻ ചിന്തിച്ചാ എന്നെ കൊന്നിട്ട് അനന്തേട്ടന്റെ മറ്റൊരു ബന്ധത്തിലേക്ക് പോവാൻ പറ്റൂ. അതൊന്നുമല്ല ഞാൻ ഇവിടെ പറയാൻ വന്നത്. പിന്നെ എനിക്കാണ് അമ്മയാവാൻ കഴിയാത്തത്. പക്ഷെ അവൾക്കതിന് കഴിയും, മഹിക്ക്. പക്ഷേ അവിടെ അതിനുള്ള സാധ്യത ഇല്ലല്ലോ. കണ്ണേട്ടന് പ്രശ്നമുണ്ട്, എന്നാ മഹാലക്ഷ്മിക്ക് അതില്ല. അതുകൊണ്ട് ഇന്ന് അമ്മയാവാൻ താല്പര്യമുള്ള പെൺകുട്ടിക്ക് അതിന് കഴിയും, ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാതെ തന്നെ. അതേപ്പറ്റിയാണോ നീ പറഞ്ഞു വരുന്നത്? എടി, കണ്ണൻ നമ്മളെക്കാളും അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തില. അങ്ങനെയുള്ളപ്പോ നമ്മളിതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്.
എനിക്കും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ തോന്നുക. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാന്ന് പറഞ്ഞിട്ടും നമ്മൾ രണ്ടാളും അതിനെതിരായിരുന്നു. എന്നാ ഇപ്പൊ അതിനൊരു മാറ്റം വന്നിരിക്കുക. ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നാണ് നീ പറഞ്ഞു വരുന്നേ? അല്ല. പിന്നെ എങ്ങനെയാ നിന്റെ ആഗ്രഹം നടക്കുന്നത്? അതൊക്കെ നടക്കും മഹാലക്ഷ്മിയിലൂടെ. മനസ്സിലായില്ല. മഹിക്ക് പ്രസവിക്കാൻ കഴിയുമെങ്കിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാ അത് അവളുടെ മാത്രം കുഞ്ഞല്ല, നമ്മുടെയും കൂടിയാ. അതെങ്ങനെയാ നമ്മുടേതാവുന്നേ? തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.